ജിസി, തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിന്റെ പുറത്തിറങ്ങലുമായി സംബന്ധിച്ച വാർത്തകൾ തന്നെയാവും ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ബോബിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തിറങ്ങുമെന്നായിരുന്നു നമ്മൾ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ജാമ്യ ഉത്തരവ് ജയിലിലേക്ക് എത്താത്തതിനെ തുടർന്നാണ് ഇന്നലെ ബോബി പുറത്തിറങ്ങാതെയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ജയിൽ അധികൃതർ അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഒപ്പം ജാമ്യ ഉത്തരവ് ബോബിയുടെ അഭിഭാഷകനും അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്, ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ജാമ്യ നടപടികൾ ഒക്കെ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ബോബി പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല ഇന്നലെ ബോബിയുടെ ഒരു പുറത്തിറങ്ങലിനെ സംബന്ധിച്ച് ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോബി ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു എന്നതൊക്കെ ഒരു സൂചനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം ബോബി ഇന്നലെ ഇത്തരത്തിൽ പുറത്തിറങ്ങുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നതിനാൽ വലിയ ജനക്കൂട്ടം ബോബിയുടെ ആരാധകരും ഒപ്പം ബോബിയെ അനുകൂലിക്കുന്നവരുമൊക്കെ ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ഇന്നും അത്തരത്തിലൊരു കാഴ്ചയും നാടകീയ രംഗങ്ങളും ഒക്കെ ഇന്നും ഉണ്ടാകുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ ഒരു വാർത്തയും കാര്യങ്ങളുമൊക്കെ ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപാധികളോടെയാണ് ബോബിക്ക് ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ഇത്തരത്തിൽ 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും ഹാജരാവുക, ഇത്തരത്തിൽ ജാമ്യോപാധികളോടെയാണ് ബോബിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോബിയുടെ ജാമ്യവും ഒപ്പം പുറത്തിറങ്ങലിനെ സംബന്ധിച്ചുള്ള വാർത്തകളും തന്നെയാകും ഇന്ന് മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ന് PC ജോർജിന്റെ ജാമ്യാപേക്ഷ അത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലാണ്. കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ PC അറസ്റ്റ് ചെയ്യാത്തതിൽ കർശനമായിട്ടുള്ള വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടും PC അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം ഈ വഫിയ കലോത്സവവും സന്നദ്ധാന സമ്മേളനവും ഇന്ന് തുടങ്ങുകയാണ്. കളമശ്ശേരി സമ്ര കൺവെൻഷൻ സെന്ററിലാണ് ഇന്ന് പരിപാടിയുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ വരേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ജിസി മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ.